സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. ഈസ്റ്റ് ഒറ്റപ്പാലം GHS സ്കൂളിൽ MP ഫണ്ടിൽ നിന്ന് അനുവദിച്ച ബസിന്റെ താക്കോൽ കൈമാറ്റം വിവാദത്തിൽ. സ്കൂളിന്റെ ചുമതലയുള്ള നഗരസഭയെ അറിയിക്കാതെ ചടങ്ങ് നടത്തിയതിനെ തുടർന്ന് സ്കൂൾ പ്രധാന അധ്യാപികയോട് രേഖാമൂലം വിശദീകരണം തേടി. ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ അറിയിക്കാതെയാണ് VK ശ്രീകണ്ഠൻ MP പങ്കെടുത്ത ചടങ്ങ് നടത്തിയത്. തുടർന്ന് എന്തുകൊണ്ട് അറിയിച്ചില്ലെന്ന് കാണിച്ച് നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവിയാണ് സ്കൂൾ പ്രധാന അധ്യാപികയോട് രേഖാമൂലം വിശദീകരണം തേടിയത്. നഗരസഭാ അധ്യക്ഷയ്ക്ക് പുറമെ CPM അംഗമായ വാർഡ് കൌൺസിലർ, കോൺഗ്രസ് പ്രതിനിധിയായ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ എന്നിവരെയും ചടങ്ങിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല. ഇതിനെ തുടർന്നാണ് വിവാദമുയർന്നത്. കഴിഞ്ഞ 19-നാണ് MP-യുടെ ഫണ്ട് മുഖാന്തരം ലഭിച്ച സ്കൂൾ ബസിന്റെ താക്കോൽ വിതരണ ചടങ്ങ് നടന്നത്. ചടങ്ങിൽ മുസ്ലിം ലീഗ് നേതാവായ PTA പ്രസിഡന്റും ലീഗ് അംഗമായ നഗരസഭ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷയുമാണ് പങ്കെടുത്തിരുന്നത്. ലീഗ് നേതാവ് PTA പ്രസിഡന്റായിട്ടും കോൺഗ്രസ് MP ഉദ്ഘാടകനായിട്ടും കോൺഗ്രസിനെ പോലും വിവരം അറിയിച്ചില്ലെന്നത് UDF-ലും വിവാദമായിട്ടുണ്ട്. ഇതിൽ പ്രതിഷേധിച്ച് സ്കൂളിലേക്ക് മാർച്ച് നടത്താൻ വരെ കോൺഗ്രസ് ആലോചിച്ചിരുന്നുവെന്നും പിന്നീട് പിന്മാറിയെന്നും നേതൃത്വം പറഞ്ഞു. പരിഹരിക്കപ്പെട്ടിരുന്ന ലീഗ് കോൺഗ്രസ് അസ്വാരസ്യങ്ങൾ ഇതിലൂടെ വീണ്ടും പുറത്തുവരുന്ന സ്ഥിതിയുമുണ്ട്. എന്നാൽ നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവരെ വിവരം അറിയിച്ചിരുന്നില്ലെന്നത് MP-ക്ക് അറിയില്ലായിരുന്നുവെന്നാണ് കോൺഗ്രസ് പ്രതിനിധികൾ പറയുന്നത്. ഇത് MP നഗരസഭാ അധികൃതരെയും അറിയിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.